പിറന്നാളായിട്ട് മുത്തശ്ശനെവിടെ പോവാ? ഇത് പുതിയ ചുമ്മാ എടാ, ഒരു അബദ്ധം പറ്റിയടാ. പായസമല്ലേ? എനിക്ക് അപ്പോഴായിരുന്നു മുത്തശ്ശന് പായസം ഉണ്ടാക്കണമെന്ന് അറിയില്ലോ. അതല്ലടാ, നിന്നോട് ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ അവളും ഇവിടെ തന്നെയല്ലേ വളർന്നത്. അവൾക്ക് നിന്നോടും തോന്നൂലടാ. അതെന്താ? ഇതാണോ പായസം? ചുമ്മാരേ, നീ ഒരു കാര്യം ചെയ്യും, അവക്കോട്ടെ കൊടുക്ക്. വലിയ ഉറപ്പൊന്നും ഞാൻ പറയാനില്ല. നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവൾക്ക് തന്നെ മനസ്സിലാവും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാനാ? മറ്റുള്ളവരെ പോലെ നീയും ജീവിച്ച് മരിക്കും. ഞാൻ ഇത് കൊണ്ട് കൊടുത്തിട്ട് വരാം. മുത്തശ്ശൻ അവിടെ പോലെ. മുത്തശ്ശൻ എത്രാമത്തെ പിറന്നാളാ? 71. അമ്പോ, പായസം മുത്തശ്ശന്റെ പിറന്നാളാ. മുത്തശ്ശൻ ഉണ്ടാക്കിയതാ? ശ്രീധരൻ, കേളൂന്റെ അച്ഛൻ. ഏത് ആരുള്ള ശ്രീധരനോ? അല്ലാതെ വേറെ ഏത് ശ്രീധരൻ അറിയാൻ നിനക്ക്? കാറ് മറിഞ്ഞിട്ടാ ആനമുത്തുമലയുടെ മോളിൽ നിന്ന്. അവൻ അറിഞ്ഞു കാണുമോ എന്തോ? അവനകത്തുണ്ട്. വൈശാഖ, വൈശാഖന് മുത്തശ്ശൻ എഴുതുന്നത് വായിക്കാറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനൊന്ന് വായിച്ചു കൊടുക്ക. വൈശാഖ, മുത്തച്ഛനൊരു സർക്കിട്ട് കൂടെ പോകാടാ. പക്ഷേ ഇനിയൊരു തിരിച്ചുവരവുണ്ടാവില്ല. കേളുവിന്റെ മക്കളിൽ എന്റെ കുടുംബം നിലനിർത്താൻ പോകുന്ന നീ ആയിരിക്കും എന്ന് എനിക്ക് പണ്ടേ തോന്നിയിരുന്നു. നീയും എന്നെപ്പോലെ ഒരുപാട് കാലം ജീവിക്കും. ഈ നശിച്ച ശാപം കിട്ടിയ മണ്ണിൽ കിടന്ന് മരിക്കില്ല എന്ന് ആഗ്രഹിച്ച് നടന്നായ അത് പേടിച്ച സർക്കിട്ടെന്നും പറഞ്ഞ് കുറെ കാലം കറങ്ങിയത്. പക്ഷെ അത് മാത്രം നടന്നില്ല. എങ്കിലും ഏത് സമയത്തും ആര് വേണേലും മരിച്ചു വീഴാവുന്ന ഇവിടെ എന്റെ മരണം ഞാൻ തീരുമാനിച്ചു. ഞാൻ മരണത്തെ തോൽപ്പിച്ചു വൈശാഖ. ഒരു കാര്യം കൂടി, മരണമുണ്ടാക്കുന്ന നഷ്ടം എത്രയാണെന്ന് നിനക്കറിയില്ല. അതും എന്റെ മരണം കൊണ്ട് ഞാൻ നിനക്ക് കാണിച്ചു തരും. സ്നേഹത്തോടെ, നിന്റെ മുത്തച്ഛൻ. കേട്ടോ, ഇത് അപകടമല്ലാന്ന് അങ്ങേര് തന്നെ കാറ് മറിച്ചതാ. അങ്ങേര് മരണത്തെ തോൽപ്പിച്ചതാ. ശ്രീധരേട്ടന്റെ മരണം അങ്ങേര് തന്നെ തീരുമാനിച്ചു. അതെ, ഈ നാട്ടിൽ അങ്ങനെ ഒരു കേട്ടുകേൾവി ഉണ്ടാ? എന്താ ധൈര്യം! ഹോ, എന്തൊരു മനുഷ്യനല്ലേ! മുത്തശ്ശൻ എന്താ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ നാട്ടുകാരുടെ മുന്നിൽ മുത്തശ്ശൻ വലിയ ആളായി. എന്തായാലും മുത്തശ്ശൻ അത് മരിക്കാതെ ചെയ്യാറുണ്ട്. മുത്തശ്ശൻ പോയതോടെ ഞാൻ ഒറ്റയ്ക്കായി.
ശ്രീധയുടെ അടുത്ത് പോവാന്ന് വെച്ചതാ. പക്ഷെ മുത്തശ്ശനില്ലാതെ ജബ്ബാർക്ക് കുറെ ചരട് തന്നു. ഒരു കാര്യമില്ല. മുത്തശ്ശനെ പോലെ മരിച്ചാൽ മതിയായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ കാറില്ലല്ലോ. വിഷം വന്ന അക്കരെ ഉള്ളവരൊക്കെ കള്ളു കുടിക്കുന്നു. എൻ്റെ വിഷമം കൂടിയേ ഉള്ളൂ. മുത്തച്ഛ